സർക്കാർ അനുവദിച്ച ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നില്ല എന്ന ആരോപണവുമായി കണ്ണൂരിലെ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. സർക്കാർ ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടും അനാവശ്യമായി വൈകിപ്പിക്കുന്നെന്ന് ആരോപിച്ച് കണ്ണൂരിൽ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സർക്കാർ പെൻഷൻ അനുവദിച്ചിട്ടും CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ വിതരണം ചെയ്യുന്നില്ലെന്ന് പ്രധാന ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ പ്രസിഡന്റ് വിജിൽ മോഹനൻ സമരത്തിന് നേതൃത്വം നൽകി. പുതിയ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം കടന്നു വരുന്ന ഒരു ആഘോഷം എന്നുള്ള നിലക്ക് പെരുന്നാളിന് മുമ്പ് കേരളത്തിലെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം പൂർത്തിയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കേരള ഗവൺമെന്റ് 25-ാം തീയതി കേരളത്തിൽ പെൻഷൻ അനുവദിക്കണം എന്നുള്ള സർക്കുലർ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് കൃത്യമായി പെൻഷൻ 25-ാം തീയതി അനുവദിക്കണം എന്നുള്ള സർക്കുലർ പുറപ്പെടുവിച്ചത്. പക്ഷേ കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും CPIM-ന്റെ അധീനതയിലുള്ള ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിൽ, ധനകാര്യ സ്ഥാപനങ്ങളിൽ പെൻഷൻ വിതരണം മനഃപൂർവ്വം മുടക്കിക്കിടക്കുന്ന ഒരു സാഹചര്യം. സർക്കാർ പെൻഷൻ അനുവദിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടി 25-ാം തീയതി അനുവദിച്ച പെൻഷൻ 25-നോ 26-നോ വിതരണം ചെയ്യാതെ 27-നും 28-നും പൊതു അവധിയാണ്, സ്വാഭാവികമായും ആ 2 ദിവസങ്ങളിൽ വിതരണം ചെയ്യേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പെൻഷൻ വിതരണം മുടക്കുകയും അതേ ധനകാര്യ സ്ഥാപനങ്ങളിലെ പാർട്ടിക്കാരായ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാർ പെരുന്നാളിന് പെൻഷൻ മുടക്കിയ സർക്കാർ എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി, CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ വഴി അവർ കള്ളപ്രചരണം നടത്തിയ ആ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ജോയിന്റ് രജിസ്ട്രാറെ ഇവിടെ കാണുന്നതിന് വേണ്ടിയും ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും, മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും കണ്ടതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാർ കൃത്യമായി പറഞ്ഞു 25-ാം തീയതി സർക്കാർ പെൻഷൻ നൽകാൻ ഉത്തരവായിട്ടുണ്ട് എന്നും 25-നും 26-നും ജില്ലയിലെ പല ധനകാര്യ സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഭരണസമിതികളുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ 25-നും 26-നും പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയും എന്നാൽ 1-2 ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്റൻഷ്യലി ആ പെൻഷൻ വിതരണം മനഃപൂർവ്വം തടഞ്ഞു വെക്കുകയും ചെയ്തു എന്നുള്ളത് ജോയിന്റ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവര് ഇന്ന് തന്നെ ആ പെൻഷൻ പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങൾ ഒരു ചെറിയ സൂചനാ സമരവുമായാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ആ സമരം, ആ ഉറപ്പിന്റെ പുറത്ത് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ